all, this is Nisha. Welcome back to my channel. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ എയർടാഗിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോണത്. അപ്പോൾ എയർടാഗിൻ്റെ അൺബോക്സിംഗ് സെറ്റപ്പ്, പിന്നെ ഇത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യണത് എന്നുള്ള കുറിച്ചാണ് പറയാൻ പോണത്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. AirTag ആപ്പിൾ പ്രൊഡക്ട്സിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വണ്ണാണ്. ഇത് ഏപ്രിൽ 2021 ആപ്പിൾ ലോഞ്ച് ചെയ്തത്. അപ്പോൾ AirTagൻ്റെ യൂസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഇത് നമ്മുടെ ബാക്ക് പാക്കോ കീ ചെയിനോ അല്ലെങ്കിൽ വാലറ്റ് എന്തെങ്കിലും നമുക്ക് വേണ്ട സാധനങ്ങളുടെ കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങാനും ലോസ്റ്റായി പോയി കഴിഞ്ഞാൽ നമുക്ക് AirTag ഉപയോഗിച്ച് അതിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇനി നമുക്ക് AirTagൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൻ്റെ പാക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആൻഡ് ബേസിക് പാക്കിംഗ് ആണ്. ഇതിനെക്കുറിച്ച് വലിയ കാര്യത്തിൽ പറയാനൊന്നുമില്ല. അപ്പോൾ നമുക്കിനി അതൊന്ന് ഓപ്പൺ ചെയ്യാം. സോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, ആപ്പിൾ ടാഗ്. വളരെ ചെറുതാണ്, ഒരു കോയിൻ്റെ ഒക്കെ അത്രേ സൈസുള്ളൂ. പിന്നെ സാധാരണ ആപ്പിൾ പ്രൊഡക്ട്സ് തുറക്കുമ്പോൾ നമ്മൾ ആപ്പിൾ സ്റ്റിക്കറൊക്കെ കാണാറുണ്ട്, പക്ഷേ ഇതിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ബോക്സിൻ്റെ അകത്തൊരു മാനുവൽ ഉണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര സിമ്പിൾ പ്രൊഡക്റ്റ്. നമുക്കിതിൻ്റെ കവറിന്ന് എടുക്കാം. ഇതാണ് AirTag. ശരിക്കും പറഞ്ഞാൽ ഒരു കോയിൻ്റെ ഒക്കെ വലുപ്പമുള്ളൂ, ഭയങ്കര സ്മോളാണ്. കവറ് പൊളിക്കുകയാണ്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിലൊരു ബീപ്പ് സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് കാണാൻ പറ്റും. പിന്നെ ഇവിടെ മെയ്ഡ് ഇൻ കാലിഫോർണിയ, അസംബിൾഡ് ഇൻ ചൈന, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സെറ്റപ്പിലേക്ക് കിടക്കാം. ഇനി നമുക്ക് ആപ്പിൾ AirTag ഈ ഫോണിലേക്ക് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ നമ്മൾ AirTag ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു പോപ്പപ്പ് വരണ കാണാൻ പറ്റും. പിന്നെ AirTag സപ്പോർട്ട് ചെയ്യുന്നത് ആപ്പിൾ 14.0 അല്ലെങ്കിൽ അതിന് ലേറ്റർ ആയിട്ടുള്ള വേർഷനിലാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമുക്ക് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഇതിൽ കണക്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇനി കണക്റ്റ് കൊടുക്കാം. ഇനി ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് നമ്മൾ ഈ AirTagന് നെയിം കൊടുക്കുകയാണ്. ഇത് ഏതിലേക്കാണ് അറ്റാച്ച് ചെയ്യണത്. ഇപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും, ബാക്ക് പാക്ക്, ബൈക്ക് ക്യാമറ, ഹാൻഡ് ബാഗ്, അതുപോലെ. അപ്പോൾ ഞാനിതിൽ കീസിലാണ് കൊടുക്കാൻ പോണത്. കണ്ടിന്യൂ. ഇനി നിങ്ങളുടെ ആപ്പിൾ ID ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ആപ്പിൾ IDയിലേക്ക് ഇത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് സെറ്റിംഗ് അപ്പാണ് ഇതിൽ. സോ ഇതിവിടെ സെറ്റായി കഴിഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനാണ് കാണിക്കുന്നത് ഈ ഒരു മാപ്പിൽ, ഇതെവിടെയാണ് AirTag എന്നുള്ളത്. ഇനി ഞാനിതിൽ ഡൺ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ AirTag ഈ ഫോണിലേക്ക് ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ AirTag കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഹോൾഡ് ചെയ്യാനുള്ള സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ കീ ചെയിനിലോ വാലറ്റിലോ എന്തെങ്കിലും പ്ലേസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഹോൾഡർ വേണ്ടി വരും. അപ്പോൾ ഇത് ഒരു കീ റിംഗ് ആണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ തന്നെ ആപ്പിളിൻ്റെ പ്രൊഡക്റ്റും ഉണ്ട്, അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇതെനിക്ക് ആമസോണിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഈ ഒരു AirTagനെ അറ്റാച്ച് ചെയ്യാൻ പോവാണ്. സോ ഈ ഒരു കീ റിങ്ങിൽ ഞാൻ ഈ AirTag അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കീ ചെയിനിലോ എവിടെ വേണമെങ്കിലും നമുക്കിത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ആപ്പിളിൻ്റെ തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് ഈ ഒരു കീ ചെയിന്, അതുപോലെ ബാക്ക് ടാഗ്സ് ഒക്കെ വരുന്നുണ്ട്. അത് ഡിഫറെൻറ്റ് കളേഴ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ ഇപ്പോൾ ഒരു AirTag നമ്മൾ കീ ചെയിനിലോ വാലറ്റിലോ ആണ് വെക്കണമെങ്കിൽ നമുക്ക് ഒരു സ്ഥിരമുള്ള സ്വഭാവമാണ് നമ്മുടെ കീസോ വാലറ്റോ വീട്ടിൽ തന്നെ ഉണ്ടാവും, പക്ഷേ എവിടെയാണെന്ന് ഓർമ്മയുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫൈൻഡ് മൈ ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിൽ ഇതുപോലെ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതിൽ ഐറ്റംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ആ കീക്ക് കൊടുത്തിട്ടുള്ള നെയിം ഇവിടെ അപ്പിയർ ആവും. അപ്പോൾ നമ്മൾ ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷൻസ് കാണാൻ പറ്റും, പ്ലേ സൗണ്ട്, വേറെ ഫൈൻഡ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് അറിയാം ഈ ഒരു ഐറ്റം നമ്മുടെ വീട്ടിൽ തന്നെയാണ്
ഉള്ളതെങ്കിൽ നമ്മൾ ജസ്റ്റ് പ്ലേ സൗണ്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും. ആ സൗണ്ട് ഏകദേശം കുറച്ച് നല്ല ലൗഡാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ച് അത് പോയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതല്ല ഇനി കുറച്ചും കൂടി ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നതെങ്കിൽ ഈ ഫൈൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് അതിനുള്ള വേ കാണിച്ചു തരും, എവിടെയാണ് ഇതെന്നുള്ളത്. ഇപ്പോൾ ഇത് നമ്മുടെ അടുത്ത് തന്നെ ഇരിക്കണതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ കാണിച്ചു തരുന്നുണ്ട്. ഇത് കുറച്ചും കൂടി ദൂരമാണെങ്കിൽ അപ് ടു 50 feet വരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ സ്ട്രെയിറ്റ് ആണോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ പറ്റും. ഇനി എയർ ടാഗ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം നമ്മുടെ കയ്യിൽ നിന്ന് ശരിക്കും ലോസ്റ്റ് ആവുകയാണ്, ഇപ്പോൾ ഡ്യൂറിങ് ട്രാവലിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഇതിൽ നമ്മുടെ കയ്യിൽ നിന്ന് ലോസ്റ്റ് ആവുകയാണെങ്കിൽ ആ ഒരു ഐറ്റം ഈ ഒരു എയർ ടാഗ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നോക്കാം. അതിനുവേണ്ടി ഫൈൻഡ് മൈ ആപ്പ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിൽ ഐറ്റംസിൽ നമ്മുടെ കീയുടെ പേര് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ലോസ്റ്റ് മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൻ്റെ തൊട്ട് താഴെ എനേബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോസ്റ്റ് മോഡിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ള കാര്യങ്ങൾ ഉണ്ട്. നോട്ടിഫൈ വെൻ ഫൗണ്ട്, പെയറിംഗ് ലോക്ക്, ലീവ് എ മെസ്സേജ്. ഇനി ഇതിൽ കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു സ്ക്രീനിൽ മെസ്സേജ് ഓപ്ഷൻ ഉണ്ട്. ഇതിൽ വേണ്ട മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് ആക്ടിവേറ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും ഈ സംശയം ഉണ്ടാവും, ഒരു എയർ ടാഗ് ഉപയോഗിച്ച് നമുക്ക് വേറെ ഒരാളെ ട്രാക്ക് ചെയ്തുകൂടെയെന്ന്. പക്ഷേ അതൊരിക്കലും നടക്കില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു എയർ ടാഗ് വേറൊരാളുടെ ബാഗിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഫോണും എയർ ടാഗും തമ്മിലുള്ള കണക്ഷൻ ഡിറ്റാച്ച് ആവും. ഡിറ്റാച്ച് ആയി കഴിഞ്ഞിട്ട് ആ ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരു ഐഫോൺ ഉണ്ടെങ്കിൽ ആ ഐഫോണിൽ ഒരു പോപ്പപ്പ് മെസ്സേജ് വരും, ഒരു എയർ ടാഗ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. ആപ്പിൾ എയർ ടാഗിൻ്റെ ഫംഗ്ഷൻ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു ബാർകോഡ് പോലെയാണ് ഫംഗ്ഷൻ ചെയ്യുക. ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലഗേജിലൊരു ബാർകോഡ് ഉണ്ടാവും. ആ ബാർകോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് കിട്ടും. അതേ സെയിം ഫംഗ്ഷനാണ് ആപ്പിൾ എയർ ടാഗിനും ഉള്ളത്. ഇത് കുറച്ചും കൂടി പ്രിസൈസാണ്. അതുപോലെ തന്നെ ബാർകോഡിൻ്റെ ഒരു ഡിജിറ്റൽ വേർഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്രിസൈസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഐറ്റം ഒരു 50 feet അകത്താണ് ലോസ്റ്റ് ആവുന്നതെങ്കിൽ നമ്മുടെ ഫോൺ ഉപയോഗിച്ചിട്ട് ഒരു ബീപ്പ് സൗണ്ടും ആ ഡയറക്ഷനും ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മളെ ഐറ്റം കണ്ടുപിടിക്കാൻ പറ്റും. അല്ല നമ്മുടെ ഐറ്റം ശരിക്കും ലോസ്റ്റ് ആവുകയാണ്, നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തോ അങ്ങനെ വല്ല ലോസ്റ്റ് ആവുകയാണെങ്കിൽ ഏതൊരു വ്യക്തിക്കാണോ നമ്മുടെ എയർ ടാഗ് കിട്ടുന്നത് ആ ഒരു വ്യക്തിക്ക് അവരുടെ ഫോൺ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് കണ്ടുപിടിച്ച് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.